നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ ചുരിദാറിന് മുകളിൽ മുണ്ടുടുക്കണമെന്ന ആചാരത്തിനെതിരെ സ്വാമി സച്ചിദാനന്ദ. ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ട് അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് കൊടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നും ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ നിലപാട് പറഞ്ഞത് ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. കണ്ണൂർ കണ്ണപുരത്ത് CPM പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ 9 BJP RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം. വിധി വന്നത് കുറ്റകൃത്യം നടന്ന് 19 വർഷത്തിന് ശേഷം. കൊലപ്പെടുത്തിയത് RSS ശാഖ നടത്തുന്നതിലെ തർക്കത്തിനിടയിൽ. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വഴി അടയുന്നു. UGCയുടെ പുതുക്കിയ കരട് ചട്ടത്തിൽ ചാൻസലറായ ഗവർണർക്ക് പരമാധികാരം. സെർച്ച് കമ്മിറ്റിയിലേക്ക് UGC പ്രതിനിധിക്ക് പുറമെ ഗവർണറുടെ പ്രതിനിധിയും. സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര നീക്കമെന്ന ആക്ഷേപം. രാഷ്ട്രീയത്തിലെ അഭിപ്രായങ്ങളും നിലപാടുകളും അത് ഇരുമ്പൊലക്ക പോലെ എങ്ങനെ നിൽക്കില്ല. രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ആ സാഹചര്യത്തിന് അത് മാറ്റേണ്ടി വരും. അറസ്റ്റിൽ പിന്തുണ കിട്ടിയതോടെ UDFൽ ചേക്കാറാനുള്ള നീക്കം സജീവമാക്കി PV അൻവർ. പാണക്കാട്ടെത്തി സാദിഖ് അലി തങ്ങളെ കണ്ടു. സംരക്ഷണ കവചമൊരുക്കിയാൽ UDFനൊപ്പം ചേരാൻ ആളുകളുണ്ടെന്ന് അൻവർ. UDFനെ ശക്തിപ്പെടുത്താൻ എല്ലാ നീക്കവും നടത്തുമെന്ന് സാദിഖ് അലി തങ്ങൾ. ആടുജീവിതം ഓസ്കർ പ്രാഥമിക പട്ടികയിൽ. ബ്ലസ്സിയുടെ സിനിമ ഇടം നേടിയത് ജനറൽ വിഭാഗത്തിൽ. അടുത്ത റൗണ്ടിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ മുതൽ 12 വരെ. ഹണി റോസിനെതിരെ മോശം കമന്റ് ഇടുന്നവർ ഉടൻ കുടുങ്ങും. നടിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിൽ. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഉപേക്ഷിച്ച സിം കാർഡിന്റെ പേരിൽ യുവാവിനെ ജയിലിലിട്ട സംഭവത്തിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. തെലങ്കാന പോലീസിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ജിതിന്റെ പരാതി. DGPക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവും. ന്യൂസ് 18 ഇംപാക്ട്. നേപ്പാളിൽ വൻ ഭൂചലനം, 53 മരണം. കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. പ്രഭവ കേന്ദ്രം നേപ്പാൾ ടിബറ്റ് അതിർത്തി. ത്രികോണ പോരാട്ടത്തിലേക്ക് ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി 2 മണിക്ക് പ്രഖ്യാപിക്കും. BJP, കോൺഗ്രസ്, AAP നേർക്കുനേർ പോരാട്ടം. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് പിന്നാലെ കാനഡയ്ക്ക് വാഗ്ദാനവുമായി ട്രംപ്. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കാമെന്ന് നിയുക്ത പ്രസിഡന്റ്. റഷ്യൻ, ചൈനീസ് കപ്പലുകളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാമെന്നും ട്രംപിന്റെ ഉറപ്പ്. ചുരിദാർ ധരിച്ചെത്തുന്ന സ്ത്രീകൾക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് ധരിച്ചവർക്ക് പ്രവേശനം അനുവദിക്കുന്നത് അന്ധവിശ്വാസമാണ്. സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടിനോട് ഹിന്ദു ഐക്യവേദിയും യോജിപ്പ് പ്രകടിപ്പിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നതടക്കമുള്ള സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടുകൾ വലിയ ചർച്ചയാവുകയാണ്. ഷർട്ട് വിവാദത്തിന് പിന്നാലെ ശിവഗിരി മഠം അധ്യക്ഷന്റെ നിലപാടുകൾ വലിയ ചർച്ചകൾക്കിടവയ്ക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചെത്തുന്നവർക്കും പ്രവേശനം നൽകണം. ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് ധരിച്ചവർക്ക് പ്രവേശനം നൽകുന്ന രീതി അന്ധവിശ്വാസമാണ്. ക്ഷേത്ര ഭരണസമിതി നിലവിലെ രീതി പുനഃപരിശോധിക്കണം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ട്, ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ട് അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് കൊടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ശബരിമലയിലെ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നാണ് ശിവഗിരി മഠത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ നൽകിയ സ്വാമി സച്ചിദാനന്ദയുടെ വാക്കുകൾ ഇങ്ങനെ: ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത്
സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക. ആ സമയത്ത് പുരുഷന്മാരങ്ങോട്ട് പോകണ്ട. ഹിന്ദു ആചാരരീതികളെ മാത്രം ചോദ്യം ചെയ്യുന്ന പുതിയ ചർച്ചകളോട് ഹിന്ദു സംഘടനകൾക്ക് വലിയ വിയോജിപ്പുണ്ട്. വിവാദത്തിന് തുടക്കമിട്ടത് ശിവഗിരി മഠം അധ്യക്ഷനായതുകൊണ്ട് തന്നെ നിലപാടെടുക്കുന്നത് കൂടുതൽ ജാഗ്രതയോടെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരരീതികളിൽ പരിഷ്കരണം വേണമെന്ന് ഹിന്ദു ഐക്യവേദിയും പറയുന്നു. അവിടെ ഈ ഈശ്വരനെ പറ്റിക്കാനായിട്ട് ചുരിദാറിന്റെ മുകളിൽ അല്ലെങ്കിൽ പാന്റിന്റെ മുകളിൽ മുണ്ട് ധരിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പൊ അടിയിൽ പാന്റ് ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക, അല്ലെങ്കിൽ ചുരിദാർ ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ക്ഷേത്രം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പുറത്ത് അതിനുള്ള മുണ്ട് വരെ വാടകയ്ക്ക് കിട്ടും. വിശ്വാസികൾ തന്നെ സ്വയം ആത്മവഞ്ചന നടത്തുന്നു എന്ന് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഒഴിവാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. SNDPയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്താണ് തുടങ്ങിയതെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലേക്കും പരിഷ്കരണം വേണമെന്നാണ് ശിവഗിരി മഠം അധ്യക്ഷൻ പറയുന്നത്. എന്നാൽ ഹിന്ദു ആചാരരീതികളെ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ ചർച്ചകൾക്ക് പിന്നിൽ മറ്റ് താൽപ്പര്യങ്ങളുണ്ടെന്നാണ് NSSന്റെയും BJPയുടെയും നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ കണ്ണപുരം ചുണ്ടയിൽ CPM പ്രവർത്തകൻ റിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 9 പ്രതികളും BJP RSS പ്രവർത്തകരാണ്. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. 2005 ഒക്ടോബർ 3 നടന്ന കൊലപാതകത്തിൽ 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയും. ആകെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 22 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 59 രേഖകളും 50 തൊണ്ടി മുതലും പരിശോധിച്ചു. വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്, പ്രയാസം ഉണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വശകായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. റിജിത്ത് അടക്കമുള്ള 5 അംഗ സംഘത്തെ നടന്നു പോകുന്നതിനിടെ RSS പ്രവർത്തകർ പതിയിരുന്ന് ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. ഗുരുതരമായി പരിക്കേറ്റ റിജിത്ത് കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മറ്റ് പ്രവർത്തകർക്കും പരിക്കേറ്റു. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. വധശിക്ഷ തന്നെ പ്രതീക്ഷിച്ചു. അവർ പുറത്തു വരാൻ പാടില്ല. അവിടെ നിന്ന് അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എന്നാൽ CPM നൽകിയ ലിസ്റ്റ് പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ കുടിക്കിയതെന്നാണ് BJPയുടെ ആരോപണം. അന്ന് CPMന്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകരെ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിനെ സമീപിക്കുന്നത്. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പ്രതികളെല്ലാവരും കുറ്റക്കാരായി കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പെരിയ കേസിന് പിന്നാലെയാണ് മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിധി വരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM നേതാക്കളുടെ അപ്പീൽ നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണമെന്നാണ് ആവശ്യം. 5 വർഷം വീതം തടവ് ശിക്ഷ കിട്ടിയ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, CPM ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, രാഘവൻ വെളുത്തേരി, MK ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീലുകളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. TP കേസിലെ കുറ്റവാളി കൊടി സുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനുള്ള വിലക്കിൽ ഇളവ് നൽകി. കൊടി സുനി പ്രതിയായ ഇരട്ട കൊലപാതക കേസ് വിചാരണാ ദിവസങ്ങളിൽ ജില്ലയിൽ പ്രവേശിക്കാനാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി അനുമതി നൽകിയത്. ഈ മാസം 22-നാണ് കേസിന്റെ വിചാരണ തുടങ്ങുക. വിചാരണ വേളയിൽ മാത്രം ജില്ലയിൽ പ്രവേശിക്കാനാണ് അനുമതിയുള്ളത്. 2010-ൽ ന്യൂ മാഹിയിൽ 2 RSS പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയാണ് കൊടി സുനി. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടി സുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനുള്ള വിലക്കിലാണ് ഇപ്പോൾ ഇളവ് നൽകിയിട്ടുള്ളത്. PV അൻവർ ഇനി UDF-നൊപ്പം. തനിക്ക് സീറ്റ് വേണ്ടെന്നും ഉപാധികളില്ലാതെ UDF-നൊപ്പം ചേരാൻ തയ്യാറാണെന്നുമാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വീട്ടിലെത്തി കണ്ടു PV അൻവർ. ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നായിരുന്നു പാണക്കാട് തങ്ങളുടെ പ്രതികരണം. ആദ്യം PV അൻവറുടെയും പിന്നീട് സാദിഖ് അലി തങ്ങളുടെയും പ്രതികരണം കേൾക്കാം. അതിലൊന്നും ഒരു മാറ്റമില്ല. സ്വാഭാവികമായിട്ട് ഈ നാടിന് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് പിന്തുണക്കില്ല. അത് UDF നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്, മറ്റു ഘടകകക്ഷികളെ കാണുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട്.
തിരുമേനിമാരെ കാണുന്നുണ്ട്, കർഷക സംഘടനാ നേതാക്കളെ കാണുന്നുണ്ട്. ഇതിലൊരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക. ഈ ഒരൊറ്റ അപ്പോൾ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൽ UDF എതിർപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ വന നിയമത്തിലെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ആ നിയമം നടപ്പി വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അയാൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങൾ, അപ്പോൾ പുതിയ വന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട്. സാദിഖ് അലി തങ്ങളെ കണ്ടതിന് പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടിയെയും PV അൻവർ കണ്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിന് ശേഷം അൻവർ തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, എന്തായാലും അറസ്റ്റ് സമയത്ത് UDF-ൽ നിന്ന് കിട്ടിയ ഈ പിന്തുണ അത് UDF-ലേക്ക് ചേക്കേറാനുള്ള വഴിയായി അൻവർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. UDF-നൊപ്പം വരാൻ തയ്യാറാണെന്ന് അൻവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ സാദിഖ് അലി തങ്ങൾ പറഞ്ഞപ്പോൾ UDF-നെ പൊതുവെ ശക്തമാക്കണം 2026-ലെ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ അൻവറിന്റെ കാര്യം അത് മാത്രം എടുത്തു പറയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ UDF ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും വൈകുമെന്നാണോ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? ഈ അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ച് ഇപ്പോൾ നേതാക്കൾ ആരും പരസ്യമായിട്ടൊരു പ്രസ്താവനയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഭാഗത്തുള്ള പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അൻവർ ഉന്നയിച്ച വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ പിന്തുണയ്ക്കുവാനാണ് വിഷയാധിഷ്ഠിത പിന്തുണ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് നൽകും, UDF നൽകുമെന്നും രണ്ട് നേതാക്കളും വ്യക്തമാക്കി. അതേസമയം 2026-ൽ ഭരണത്തിൽ തിരിച്ചെത്താൻ എല്ലാ വഴിയും പരിശ്രമിക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോൾ അതിൽ അൻവറിനെ കൂടി UDF-ന്റെ ഭാഗമാക്കി ഒരു പോരാട്ടം നടത്താനുള്ള തീരുമാനമുണ്ട് എന്ന് പറയാതെ പറയുകയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്യുന്നത്. UDF പ്രവേശനത്തെക്കുറിച്ച് ഒരു പരസ്യമായ പ്രസ്താവനയിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ വന്നിട്ടില്ല. പക്ഷേ PV അൻവർ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അതിനുശേഷം പല ഒരു മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ ഒരു സാധാരണ പ്രവർത്തകനായി UDF-നൊപ്പം നിൽക്കാൻ താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഇതിൽ നിലപാട് അറിയിക്കണം. അടുത്ത ദിവസം K സുധാകരനുമായും VD സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും ഒക്കെ PV അൻവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടമാണ് എന്ന് പറയുമ്പോൾ പോലും അത് UDF പ്രവേശനത്തിനുള്ള വഴിയൊരുക്കാനുള്ള നടപടികൾ തന്നെയാണെന്ന് വ്യക്തമാണ്. എന്നാണെങ്കിൽ ഈ ഘട്ടത്തിൽ UDF പ്രവേശനത്തെക്കുറിച്ച് നേതാക്കൾ പരസ്യമായിട്ട് ഒരു പ്രസ്താവനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പോലും അൻവറിന്റെ UDF-ലേക്കുള്ള വഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അദ്ദേഹം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും തുടർന്ന് PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ അതുതന്നെയാണ്. ശരി അനുമോദ്, കൂടുതൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും PV അൻവർ പറയുകയാണ്. സംരക്ഷണ കവചം ഒരുക്കിയാൽ UDF-നൊപ്പം വരാൻ ഇനിയും ആളുകളുണ്ട് എന്ന വ്യക്തമായ സൂചനയും നൽകുകയാണ് PV അൻവർ. മറ്റൊരു വാർത്തയിലേക്ക്. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന് വഴിയടയുകയാണ്. UGCയുടെ പുതുക്കിയ കരട് ചട്ടത്തിൽ VC നിയമനത്തിലുള്ള പരമാധികാരം ചാൻസലറായ ഗവർണർക്കാണ്. ഇതോടെ കേന്ദ്രത്തിന് താൽപ്പര്യമുള്ളയാൾ വൈസ് ചാൻസലർമാരായി വരുവാൻ വഴിയൊരുങ്ങുകയാണ്. കേരളത്തിന്റെ ശക്തമായ എതിർപ്പ് ഈ ചട്ടത്തിനെതിരെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. UGC ചട്ടങ്ങളിലെ ഇത്തരമൊരു ഭേദഗതി മുന്നിൽ കണ്ടാണ് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാൻ സർക്കാർ സർവകലാശാല ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. എന്നാൽ ബിൽ മാസങ്ങളോളം ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചുവെക്കുകയും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ നിയമ പോരാട്ടമായിരുന്നു സർക്കാരിന് മുന്നിലുള്ള വഴി. ആ വഴിയും സർക്കാരിന് മുന്നിൽ പൂർണ്ണമായി അടയുകയാണ്. UGC നിബന്ധന പ്രകാരം VC-മാരെ തെരഞ്ഞെടുക്കാനുള്ള പാനലിൽ ചാൻസലറുടെ പ്രതിനിധി, UGC പ്രതിനിധി, സർവകലാശാല പ്രതിനിധി എന്നിവരാണ് ഉണ്ടാകേണ്ടത്. ഇതിൽ സർവകലാശാല പ്രതിനിധി ഒഴികെയുള്ളവർ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നവരാവും. ഇതോടെ VC നിയമനത്തിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ആധിപത്യമാവും. സംഘപരിവാർ ആശയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും ഇത് വഴി തുറക്കും. UGC മാനദണ്ഡങ്ങൾ മറികടന്നുള്ള VC നിയമനങ്ങൾ അസാധുവാകുമെന്നും UGC കരടുചട്ടത്തിൽ വ്യക്തമാക്കുന്നു. VC നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിലും ഇനി സർക്കാർ വാദം ദുർബലമാകും. സർവകലാശാലാ വിഷയങ്ങളിൽ പലതിലും ഗവർണറെ പിന്തുണച്ചിരുന്ന UDF-നും നിലപാട് മാറ്റേണ്ടി വരും. VC-മാർക്കെതിരെ അതിശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയ സമരങ്ങൾക്കും ഇനി കേരളം വേദിയാകും. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും സർവകലാശാലകളിൽ കായ്വത്കർ നയങ്ങൾ നടപ്പാക്കുമെന്ന ആശങ്ക ഉയർത്തിക്കാട്ടിയാണ് ഗവർണർക്കെതിരെ VC നിയമന വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാർ പോരാട്ടം നടത്തിയത്. രാഷ്ട്രീയമായും നിയമപരമായും വലിയ പോരാട്ടമാണ് കഴിഞ്ഞ 3 വർഷമായി നടന്നത്. പക്ഷേ ഇനി അതുകൊണ്ട് കാര്യമില്ല. പൂർണ്ണമായും VC നിയമന അധികാരി ഗവർണറായി മാറുകയാണ് സംസ്ഥാനത്ത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. UGC ചട്ട ഭേദഗതി VC നിയമനത്തിലെ സുതാര്യത ഇല്ലാതാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല. കേരളം ബദൽ മാർഗങ്ങൾ തേടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു.
മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. മയക്കുമരുന്നിന്റെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയവും മതവും കലർത്തരുത് എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. പ്രതിഭ MLAയുടെ മകനും കൂട്ടുകാരും പുകവലിച്ചതിനെ ന്യായീകരിച്ച മന്ത്രിയുടെ നിലപാടിനെതിരെയാണ് കത്തോലിക്ക സഭയുടെ ഈ വിമർശനം. പ്രധാനമായും 3 വിഷയങ്ങളിലാണ് ദീപികയുടെ വിമർശനം. 1. പുകവലി പോലെ ആപൽക്കരമായ ഒരു സംസ്കാരത്തെ സാംസ്കാരിക മന്ത്രി നിസ്സാരവൽക്കരിക്കുന്നു. 2. പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് നാടിനുള്ള ശിക്ഷയാണ്. 3. കഞ്ചാവ് കൈവശം വച്ചതിന് കേസെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് സംശയത്തിനിട നൽകുന്നു. മന്ത്രിയുടെ വാക്കുകൾ വമിപ്പിക്കുന്നത് വിഷപ്പുകയാണ്. മന്ത്രിയുടെ പ്രസ്താവന ഉത്തരവാദിത്വമില്ലായ്മയും കുറ്റകൃത്യത്തെ ന്യായീകരിക്കലുമാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട നേതാക്കളെ, മയക്കുമരുന്നിൻ്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ രാഷ്ട്രീയവും മതവും കലർത്തരുത്. ഏതു രാജാവിൻ്റെ മകനായാലും നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇങ്ങനെയാണ് ദീപികയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. നടി ഹണി റോസിനെതിരെ അശ്ലീല കമന്റ് ഇടുന്നവർക്കെതിരെ ഉടൻ കേസെടുക്കും. നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. സ്വമേധയാ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി ഹണി റോസ് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി ഹണി റോസ് നേരിട്ട് മൊഴി നൽകുകയായിരുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിനു പുറമെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് താഴെ പോസ്റ്റിട്ടവർക്കെതിരെയും മൊഴി നൽകി. സ്ക്രീൻഷോട്ടുകളും കൈമാറി. ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും പോലീസ് നിരീക്ഷണത്തിലാണ്. നടിയുടെ പരാതിയിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് നടപടികൾ ഊർജിതമാക്കുന്നത്. വ്യാജ ഐഡികളാണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതിയെ പിടികൂടാനാണ് പോലീസ് തീരുമാനം. 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അശ്ലീല കമന്റിട്ടതിൽ എറണാകുളം കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്തിരുന്നു. നടിയുടെ പോസ്റ്റിന് താഴെ പുതുതായി അധിക്ഷേപ കമന്റിട്ടാൽ സ്വമേധയാ കേസെടുക്കുവാനും പോലീസ് തീരുമാനിച്ചു. നടിക്ക് താരസംഘടനയായ AMMA പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ബ്ലസ്സി സിനിമ ആടുജീവിതം 97ാമത് ഓസ്കർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ ഇടം പിടിച്ചു. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതെന്ന് സംവിധായകൻ ബ്ലസ്സി അറിയിച്ചു. ഇനിയാണ് വോട്ടെടുപ്പിലേക്ക് വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണഗതിയിൽ വിദേശ സിനിമാ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത്. എന്നാൽ ആടുജീവിതം ജനറൽ വിഭാഗത്തിലാണ് എന്ന പ്രത്യേകതയുണ്ട്. നാളെ മുതൽ വോട്ടിംഗ് തുടങ്ങും. നേപ്പാളിൽ ഭൂചലനം. പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന് ഷിഗസ് നഗരത്തിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 53 പേർ മരിച്ചു. ഭൂചലനത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നേപ്പാളിലും ഭൂട്ടാനിലും ബീഹാർ, അസം അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രകമ്പനമാണ് ഉണ്ടായത്. ടിബറ്റിൽ പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന പ്രദേശത്ത് 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലാണ് വ്യാപക നാശനഷ്ടം. ഷിഗത്സെ നഗരത്തിൽ നിന്ന് 23 കിലോമീറ്റർ അകലെയുള്ള ചെറുപട്ടണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 53 പേർ മരിച്ചെന്നും 62 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 1500ഓളം പേരെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചു. രാവിലെ 6:35ഓടെയായിരുന്നു ആദ്യ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. നേപ്പാളിന്റെ വടക്ക് കിഴക്ക് ലോബൂച്ചയിൽ നിന്ന് 93 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പിന്നീട് 2 തവണ തുടർചലനങ്ങൾ ഉണ്ടായി. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്കോടി. ഉത്തരേന്ത്യയിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ബീഹാർ, ആസാം, ബംഗാൾ, ഡൽഹി, NRC എന്നിവിടങ്ങളിലാണ് ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നടൻ സൽമാൻ ഖാന്റെ വീടിന്റെ ബാൽക്കണിയിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഘടിപ്പിച്ചു. നടന്റെ മുംബൈയിലെ വീടായ ഗാലക്സി അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണി നീല ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ ചിത്രം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പുതുതലമുറ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് മുഖം തിരിക്കുന്നുവെന്ന ആശങ്ക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനും ചെറുപ്പക്കാർ മടി കാണിക്കുന്നതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കാരണം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയ്ക്കാണ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. ആവേശത്തോടെ വോട്ട് ചെയ്യാൻ ഓടിയെത്തിയിരുന്ന കന്നി വോട്ടർമാർ തിരഞ്ഞെടുപ്പുകളിലെ കൗതുക കാഴ്ചയായിരുന്നു. എന്നാൽ നമ്മുടെ പുതുതലമുറയ്ക്ക് വോട്ട് ചെയ്യുന്നതിനോട് താൽപ്പര്യം കുറയുന്നെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ കണക്കുകൾ. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള 9.98 ലക്ഷം പേരാണ് സംസ്ഥാനത്തുള്ളത്. ഇവരിൽ
വോട്ട് ചേർത്തത് 2.95 ലക്ഷം പേർ മാത്രം. രാഷ്ട്രീയത്തോടും തെരഞ്ഞെടുപ്പുകളോടും യുവതലമുറയ്ക്ക് താല്പര്യം കുറയുകയാണോ? എങ്കിൽ അതിന്റെ കാരണമെന്ത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമുക്ക് അർബൻ ഏപ്പത്തി ഇല്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഇലക്ഷനിലെ താല്പര്യം കുറവാണ് എന്നുള്ള പൊതുവേ ഒരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുമുണ്ട്. ആ ഒരു ലെത്താർജി ഏപ്പത്തി എന്താണ് ഈ യൂത്തിനുള്ളത്, അത് നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഈ വർഷത്തിലെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വോട്ട് ചേർക്കേണ്ട സമയത്ത് പഠനാവശ്യങ്ങൾക്കും മറ്റുമായി വിദേശത്ത് ചേക്കേറുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയാണ്. അതൊരു കാരണമായി കണക്കാക്കാം. എന്നാൽ നാട്ടിലുള്ളവരിലും വലിയൊരു വിഭാഗം വോട്ട് ചേർക്കുന്നില്ല. അതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. യുവതലമുറയെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കാൻ ക്യാമ്പസുകളിൽ പ്രചരണ പരിപാടികളും കമ്മീഷൻ നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചയ്ക്ക് 2 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 16-നാണ് നിലവിലെ മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നത്. ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. 3 തവണയായി ഭരണത്തിലുള്ള ആം ആദ്മി പാർട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിനു മുൻപ് 15 വർഷം തുടർച്ചയായി ഭരിച്ചത് കോൺഗ്രസും അതിനു മുൻപുള്ള 5 വർഷം BJPയുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി വമ്പൻ വിജയം നേടുമ്പോഴും ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ്. ത്രികോണ മത്സരത്തിനാണ് ഇത്തവണയും ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയാണ് അക്രമത്തിനിരയായത്. മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി മുസ്തഫ കോഴിക്കോട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് കർണാടകത്തിലെ ഹാസനിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് സംഭവമുണ്ടായത്. എടപ്പാളിൽ നിന്ന് ബസ്സിൽ കയറിയ മുസ്തഫ പെൺകുട്ടിയെ പലതവണ ശല്യപ്പെടുത്തുകയായിരുന്നു. ചോറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് ഇപ്പോഴും അന്വേഷണ സംഘം. തലയോട്ടികളും അസ്ഥികളും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നാണ് വീട്ടുടമയായ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. 25 വർഷമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ കവറിനുള്ളിലാക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. വീട്ടുടമയും കൊച്ചിയിലെ പ്രമുഖ സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ഫിലിപ്പ് ജോൺ പോലീസിന് നൽകിയ മൊഴി അസ്ഥിക്കൂടം വൈദ്യപഠനത്തിനായി ഉപയോഗിച്ചു എന്നാണ്. എന്നാൽ അസ്ഥിക്കൂടം ഫ്രിഡ്ജിൽ ഉപേക്ഷിച്ചതെന്തിന്, എവിടെ നിന്ന് ലഭിച്ചു, പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ, എത്ര വർഷം പഴക്കമുണ്ട്, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകൾ ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളമടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റുള്ള ഒരു ദുരൂഹത നമ്മുടെ നാട്ടുകാരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു വിഷയങ്ങൾ ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് വന്ന് വേറെ സാമൂഹ്യ വിരുദ്ധമല്ല, മദ്യപാനം പുകവലിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കാരണമാണ് നാട്ടുകാരും അതുപോലെ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത് പരിശോധന നടത്തുന്നത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു ദുരൂഹത അറിയുന്നത്. നട്ടെല്ലടക്കമുള്ള അസ്ഥികൾ നൂലിൽ കോർത്തിട്ട നിലയിലായിരുന്നു. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ചോറ്റാനിക്കര പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഉപയോഗിക്കാതിരുന്ന നമ്പർ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്ന സംഭവത്തിൽ ഫോണിന്റെ ഉടമ അറസ്റ്റിലായതിൽ സംസ്ഥാന രഹസ്യ അന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. കൊല്ലം സ്വദേശി ജിതിനെയാണ് തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. ജിതിൻ ജയിലിലാവുകയും ചെയ്തിരുന്നു. തനിക്ക് നേരിട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജിതിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. 2015-ലെടുത്ത നമ്പർ 2019-ൽ ജിതിൻ ഒഴിവാക്കിയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇതേ നമ്പർ ഉപയോഗിച്ച് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി. ഇതിലായിരുന്നു കൊല്ലം സ്വദേശി ജിതിൻ്റെ അറസ്റ്റ്. ഇതേക്കുറിച്ചാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന തുടങ്ങിയത്. തെലങ്കാന പോലീസിന്റെ നടപടികളും വിശദമായി പരിശോധിക്കുന്നു. എത്തിയത് പോലീസുകാർ മാത്രമായിരുന്നോ എന്നതാണ് പ്രധാന പരിശോധന. സംസ്ഥാന പോലീസിനെ അറിയിക്കാതെയുള്ള അറസ്റ്റിലും ദുരൂഹതകളുണ്ട്. അറസ്റ്റ് നടന്ന സമയത്ത് കൊല്ലത്ത് ഹോട്ടലിൽ ദിവസങ്ങളോളം തെലങ്കാന സംഘം തങ്ങിയത് എന്തിനെന്നും അന്വേഷിക്കുന്നു. കേസ് ഒത്തുതീർപ്പാക്കാനെന്ന പേരിൽ ഇതേ സംഘം നടത്തിയ നീക്കങ്ങളും സംശയം ജനിപ്പിക്കുന്നതാണ്. ജിതിൻ്റെ പേരിലുള്ള കേസുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. തനിക്ക് നേരിടേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനത്തെപ്പറ്റി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജിതിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ കാര്യമുന്നയിച്ച് പ്രതിപക്ഷ നേതാവിനും DGPക്കും കത്തു നൽകുകയും ചെയ്തു. ജിതിൻ്റെ പരാതിയിൽ സംസ്ഥാന സൈബർ പോലീസും അന്വേഷണം നടത്തിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.
രാജ്യത്ത് കൂടുതൽ HMPV വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോഴും പറയുന്നത്. രാജ്യത്തെ നിലവിലെ സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുകയുണ്ടായി. ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു. ചൈനയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായ റിപ്പോർട്ട് ചെയ്തു വന്ന ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അഥവാ HMPV ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തതോടെ വലിയ ആശങ്ക രൂപപ്പെട്ടിരുന്നു. കോവിഡ് പോലെ പൊട്ടിപ്പുറപ്പെടുമെന്ന പ്രചാരണങ്ങളുമുണ്ടായി. എന്നാലിപ്പോൾ അത്തരം ആശങ്കകൾക്ക് സ്ഥാനമില്ലെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിൽ ചികിത്സയിലുള്ള 5 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ബംഗളൂരുവിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞ് ആശുപത്രി വിട്ടു. മറ്റു കുട്ടികളും വരും ദിവസങ്ങളിൽ ആശുപത്രി വിടുമെന്നാണ് സൂചന. വൈറസ് റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചത്. HMPV കേരളത്തിൽ മുമ്പും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും 2001 മുതൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. വൈറസിന് ജനിതകമാറ്റം സംഭവിച്ചാലേ ആശങ്കപ്പെടേണ്ടതുള്ളൂവെന്നും കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും വീണ ജോർജ് വ്യക്തമാക്കി. ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസാണ്. അപ്പോൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത്. കേരളം ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ചും ഇതിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സും ആരോഗ്യ വിദഗ്ധരും ഇതിൽ ജനിതക മാറ്റം ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം വൈറസ് സ്ഥിരീകരിച്ചതിനു പിന്നാലെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ശ്വാസതടസ്സ രോഗങ്ങളെക്കുറിച്ച് കേന്ദ്രം പരിശോധന തുടങ്ങി. വൈറസ് വ്യാപനം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനും ബോധവൽക്കരണം ആരംഭിക്കാനും സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ HMPV കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശ്വാസകോശ രോഗങ്ങൾക്കുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റാണ് HMPVക്കെതിരെ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ചതിന്റെ തീരാ ദുഃഖത്തിലാണ് നാട്. അപകടത്തിൽ മരിച്ച സംഗീതിന്റെ സംസ്കാരം തട്ടാരമ്പലത്തിലെ വീട്ടുവളപ്പിൽ നടന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ബിന്ദു ഉണ്ണിത്താന്റെ സംസ്കാരം നടക്കുക. 4 പേരാണ് അപകടത്തിൽ ഇന്നലെ മരിച്ചത്. സ്ഥിരം സഞ്ചാരികളായ സുഹൃത്തുക്കളായ 4 പേരെയാണ് ഇടുക്കി പുല്ലുപാറ അപകടത്തിൽ നാടിന് നഷ്ടമായത്. ബസ് അപകടത്തിൽ മരിച്ച സംഗീത് കുത്തിയോട്ട കലാകാരനും ഡിവൈഎഫ്ഐ സജീവ പ്രവർത്തകനുമാണ്. ഭാര്യ ഹരിത ഗ്രാമീണ സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരി. അച്ഛന്റെ വിയോഗത്തിൽ തകർന്നുപോയ 3ാം ക്ലാസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥും 12 വയസ്സുകാരൻ സൗരവും എല്ലാവരുടെയും കണ്ണുകളെ ഈർന്നണിയിച്ചു. സംഗീതിന്റെ സംസ്കാരം 10 മണിയോടെ തട്ടാരമ്പലത്തിലെ വീടായ സോമസദനത്തിൽ നടന്നു. അപകടത്തിൽപ്പെട്ട ബുദ്ധ ജംഗ്ഷനിൽ കൗസ്തുഭത്തിൽ ബിന്ദു ഉണ്ണിത്താന്റെ സംസ്കാരം 3 മണിയോടെ വീട്ടുവളപ്പിൽ നടക്കും. മറ്റു 2 പേരായ മറ്റം വടക്ക് കാർത്തികയിൽ അരുൺ ഹരി, പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് രമാ സോമൻ എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി തങ്ങളെ വിട്ടുപിരിഞ്ഞ സംഗീത് ഉൾപ്പെടെയുള്ള 4 പേർക്കും കണ്ണീരോടെയാണ് മാവേലിക്കര യാത്രാമൊഴി നൽകിയത്. നാട്ടുകാർക്കൊപ്പം സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനായി വീടുകളിലെത്തി. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം മാവേലിക്കരയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1,02,916 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നും നല്ല തിരക്കാണ്. ഉച്ചവരെ 50,000-ഓളം ഭക്തർ മല കയറി. പമ്പ മുതൽ നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ ഇപ്പോൾ കടത്തിവിടുന്നത്. പല സമയത്തും മരക്കൂട്ടവും കഴിഞ്ഞ് ശബരി പീഠം വരെ നീണ്ട ക്യൂ ആണ്. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും ശബരിമലയിൽ തുടങ്ങി. 12 മുതൽ 14 വരെ നിയന്ത്രണങ്ങളോടെ കടത്തിവിടാനാണ് തീരുമാനം. 12-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. ശബരി
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. 9 വർഷം അധികാരത്തിലിരുന്ന ശേഷമാണ് ട്രൂഡോയുടെ പടിയിറക്കം. കടുത്ത ഇന്ത്യ വിരുദ്ധത പുലർത്തിയിരുന്ന ട്രൂഡോയ്ക്ക് കാനഡയിലെ ജനങ്ങൾക്കിടയിൽ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞതോടെയാണ് രാജിവെക്കേണ്ടി വന്നത്. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. വാർത്താ സമ്മേളനത്തിലൂടെയായിരുന്നു പ്രധാനമന്ത്രി പദത്തിന് പുറമെ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും രാജിവെക്കുന്നതായി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചത്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും ട്രൂഡോ അറിയിച്ചു. കഴിഞ്ഞ 11 വർഷമായി പാർട്ടിയുടെ നേതാവായ ട്രൂഡോ ഇതിൽ 9 വർഷവും കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തുമായിരുന്നു. വിലക്കയറ്റം, നാണ്യപ്പെരുപ്പം, വീടുകളുടെ വിലവർധന, വാടക കുത്തനെ കൂടിയത് ഉൾപ്പെടെ കാനഡയിലെ ജനങ്ങൾക്ക് ട്രൂഡോ ഭരണം മടുത്തതായി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കടുത്ത ഇന്ത്യ വിരുദ്ധത, കുടിയേറ്റം, ഖലിസ്ഥാൻവാദികളെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ സ്വന്തം പാർട്ടിയിലും ട്രൂഡോയെ അനഭിമുഖനാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ 20ഓളം എംപിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തുവന്നു. ഡിസംബർ 16-ന് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ട്രൂഡോയുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രാജിവെച്ചു. മുൻ സഖ്യകക്ഷിയായ ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഈ മാസം 27-ന് പാർലമെന്റ് ചേരുമ്പോൾ അവിശ്വാസ വോട്ടിനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് രാജി. 2023-ൽ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ ആരോപണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിന്നുള്ള ലഹരിക്കടത്തും കുടിയേറ്റവും അവസാനിപ്പിക്കണമെന്ന് ട്രൂഡോയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇല്ലെങ്കിൽ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നയതന്ത്ര ബന്ധങ്ങളിൽ ഉണ്ടായ ഈ വിള്ളലുകൾ കാനഡയ്ക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെയാണ് ട്രൂഡോയുടെ രാജി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ട്രൂഡോയുടെ രാജിക്ക് പിന്നാലെ കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കാമെന്ന വാഗ്ദാനം ആവർത്തിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂഡോ ട്രംപ് പോരിന്റെ തുടർച്ചയാണ് ട്രംപിന്റെ ഈ വാഗ്ദാനം. നിലവിലെ വ്യാപാര കമ്മി താങ്ങാൻ കാനഡയ്ക്കാവില്ലെന്നും കാനഡ US-ന്റെ ഭാഗമായാൽ ഇത് ഒഴിവാക്കാമെന്നുമാണ് ട്രംപ് പറയുന്നത്. റഷ്യ, ചൈന കപ്പലുകൾ കാനഡയെ ചുറ്റുന്ന ഭീഷണി ഒഴിവാക്കാനും ഇതിലൂടെ കഴിയുമെന്ന് ട്രംപ് വാഗ്ദാനം നൽകുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7180, പവന് 57,440. 18 ക്യാരറ്റ് ഗ്രാമിന് 5960, പവന് 47,680. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.